بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. പ്രേം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും അവൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമളാനിനെ സ്വീകരിക്കാൻ വേണ്ടുന്ന കർമ്മങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിൻ്റെ മാസത്തിലെ പ്രവർത്തനങ്ങളിലൂടെ നേടിയെടുക്കുവാൻ വേണ്ടി നമ്മോട് പറഞ്ഞിട്ടുള്ളത്. റമളാനിനെ സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള ഒരുക്കം, ബോധപൂർവമായ ശ്രമങ്ങൾ, ഭൗതികമായ കാര്യങ്ങൾക്കപ്പുറത്ത് നമ്മുടെ ഹൃദയത്തെ റമളാനിലേക്കാണ് ഞാൻ പ്രവേശിക്കാനിരിക്കുന്നത്, അത് പൂർണ്ണമായ രൂപത്തിൽ എനിക്ക് സാധ്യമാകുന്ന, അതിൻ്റെ പ്രതിഫലം പൂർണ്ണമായും കിട്ടുന്ന രൂപത്തിലേക്ക് ആ ദിനങ്ങൾ കഴിച്ചു കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറായി നിൽക്കണമെന്നതാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്നാണ് നമ്മുടെ വാക്കിനെ നന്നാക്കുക എന്നുള്ളത്, നമ്മുടെ സംസാരത്തിനെ സൂക്ഷിക്കുക എന്നുള്ളത്. അത് ഏറെ ഗൗരവമുള്ള കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂലിന്റെ അടുക്കൽ ഒരു ആൾ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ മൽ ഇസ്ലാം, എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞുതരുമോ? അള്ളാഹുവിൻ്റെ റസൂലിന്റെ മറുപടി തീബുൽ കലാം, നന്നായിട്ടുള്ള സംസാരമാണ്, നല്ല വാക്കുകൾ പറയലാണ്. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഇസ്ലാം എന്ന് ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്. ഇസ്ലാം എന്ന മതം കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് മനുഷ്യന്റെ നാവിനെ അത് സംസ്കരിച്ചെടുക്കുക എന്നുള്ളതാണ്. ആ നാവിന്റെ സംസ്കരണത്തിലൂടെയാണ് നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമാകുമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരുപാട് പ്രവാചക വചനങ്ങളുണ്ട്. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂല് മദീന നിവാസികളോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നരകത്തിന്റെ ഭയാനകതയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രവാചകൻ മുഖം തിരിച്ചു കളഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം നരകത്തിൽ നിന്നും അള്ളാഹുവിനോട് ശരണം തേടുന്നുണ്ട്. 3 പ്രാവശ്യം പ്രവാചകൻ ആവർത്തിച്ചു. അതിനുശേഷം സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഇത്തഖുന്നാർ,
നരകത്തിനെ നിങ്ങൾ സൂക്ഷിക്കണം. വലൗ ബിശിഖ്ഖി തംറ, ഒരു കാരക്കയുടെ ചീളുകൊണ്ടെങ്കിലും നിങ്ങൾക്ക് നരകത്തിൽ നിന്നുമുള്ള രക്ഷ നിങ്ങൾക്ക് കിട്ടും. നരകത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണമെന്നുള്ള റസൂല്. അതിനുശേഷം പറയുന്നത് നിങ്ങൾക്ക് അത് കൊടുക്കാൻ നിങ്ങളുടെ അടുക്കൽ ഒരു കാരക്കന്റെ ചീളില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഒരു നല്ല വാക്ക് കൊണ്ടെങ്കിലും എന്ത് വേണം, നിങ്ങൾ നരകത്തിൽ നിന്നുമുള്ള രക്ഷ തേടണം. അലച്ചുക്കള്, നാളെ പരലോകത്ത് വിചാരണക്ക് വിധേയമാക്കി സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പ്രവേശനങ്ങൾ തീരുമാനിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ചില മനുഷ്യരെങ്കിലും നരകത്തിലേക്ക് പ്രവേശിക്കേണ്ടുന്ന സന്ദർഭത്തിൽ നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ കാരണമാകുന്നത് അവന്റെ ഒരു വാക്കായിരിക്കും, നന്മ പറഞ്ഞൊരു വാക്ക്. ഒരാളെ കാണുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന ഒരു സലാം ഉണ്ടല്ലോ, ആ സലാമിന്റെ മഹത്വവും ആ സലാമിന്റെ പ്രതിഫലവുമല്ല ഒരു പക്ഷേ നമുക്ക് നാളെ പരലോകത്ത് വെച്ചുകൊണ്ടായിരിക്കും മനസ്സിലാവുക. ഒരൊറ്റ സലാമിന്റെ കാരണമായിരിക്കും നരകത്തിലേക്ക് പോകേണ്ട നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു അവസരം ഉണ്ടാക്കി തീർക്കാം. അതുകൊണ്ട് നമ്മുടെ വാക്കുകളെ നമ്മൾ നന്നായി സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹു റസൂൽ പറയുന്നുണ്ട്, സ്വർഗത്തിൽ പ്രത്യേകമായ ചില മുറികൾ അല്ലാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട് സ്വർഗത്തില്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുറത്തു നിന്നും നോക്കിയാൽ അകത്തേക്കും അകത്തു നിന്നും നോക്കിയാൽ പുറത്തേക്കും കാണുന്ന രൂപത്തിലുള്ള വിശിഷ്ടമായ രൂപത്തിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു റൂമാണ്. ആ റൂമിനെ കുറിച്ച് ഒരാൾ ചോദിക്കുന്നതിന് പ്രവാചകനോട്, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, ആർക്കു വേണ്ടിയാണ് അള്ളാഹുവിന്റെ റസൂലെ അള്ളാഹു സ്വർഗത്തിന് മനോഹരമായ ഈ മുറികൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്? അള്ളാഹിന്റെ റസൂലിന്റെ മറുപടി, ലിമൻ അതാബൽ കലാം, സംസാരത്തെ നന്നാക്കുന്നവനുള്ളവനാണ്. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവന് തയ്യാറാക്കി വെച്ചതാണ്. നോമ്പിനെ തുടർത്തുന്നവനുള്ളതാണ്, നോമ്പ് നോൽക്കുന്ന ആളുകൾക്കുള്ളതാണ്. ആളുകൾ കടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന് മുമ്പിൽ നമസ്കരിക്കുന്ന നിസ്കാരം നിർവഹിക്കുന്നവർക്ക് വേണ്ടി ഈ ക്വാളിറ്റിയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അതിലും ഒന്ന് പ്രത്യേകമായി നമ്മോട് എടുത്തു പറയുന്നത് നമ്മുടെ വാക്കുകളെ നമ്മൾ സൂക്ഷിക്കുകയും വാക്കുകളെ നന്നാക്കി തീർക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊക്കെ അറിയുന്ന ഒരു പ്രവാചക വചനമുണ്ട്, ആരെങ്കിലും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ എന്ത് വേണം? ഫൽയഖുൽ ഖൈറൻ, നല്ലത് പറയട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈമാൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വർഗം നമുക്ക് ലഭ്യമാകണമെങ്കിൽ കൃത്യമായ ഈമാൻ ഉള്ളവരായിരിക്കണം. ആ ഈമാനിന്റെ ഒരു ലക്ഷണമായി കൊണ്ട് പഠിപ്പിക്കപ്പെടുന്നത്, ആ ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പഠിപ്പിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ നല്ലത് പറയണം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം എന്നുള്ളതാണ്. ഗൗരവമുള്ള കാര്യമാണ്. ഞാൻ ഇത്രയേറെ ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തുന്നത്, ഈ ഒരു നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഈ ശഅബാനിന്റെ മാസത്തെ പൂർത്തീകരിച്ചുകൊണ്ട് റമളാനിലേക്ക് കടന്നാലല്ലാതെ റമളാൻ 1-ാം തീയതി വല്ല ബാധയും ശരീരത്തിൽ കയറിക്കൊണ്ട് പൂർണ്ണ മുത്തഖിയായി ജീവിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അസ്ഥാനത്താണ്. സംശയമൊന്നും വേണ്ട, ഒരുങ്ങൽ നിർബന്ധമാണ്. ആ ഒരുക്കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമ്മുടെ നാവിനെ ഏറ്റവും നല്ല രീതിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ്. ഖുർആൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാ ഖുത്ബകളുടെയും ആരംഭത്തിൽ കേൾക്കുന്ന ഒരു വാചകമാണത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ, ഏ വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, വഖൂലു ഖൗലൻ സദീദ, ഏറ്റവും ശരിയായ വാക്ക് നിങ്ങൾ പറയണം. ഒറ്റ വാചകത്തിൽ അള്ളാഹു പറയാണ്, ഐബത്തും നമീമത്തും, ആളുകൾ തമ്മിൽ തെറ്റിക്കുന്നതും പരദൂഷണവും അതേപോലെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതും കളവുകളും വഞ്ചനയുമുള്ള വാക്കുകളും ഒന്നും വിശ്വാസികൾക്ക് ഉണ്ടാവരുത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതെന്തിനു വേണ്ടിയാണെന്നറിയോ? ആ ഓർമ്മപ്പെടുത്തലുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് കൂടി അള്ളാഹു ശേഷം പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ, നിങ്ങളുടെ നാവിനെ നിയന്ത്രിക്കുമ്പോൾ മാത്രമേ റമളാനിനെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരവ് വെക്കാൻ പറ്റുകയുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ സാധാരണയുള്ള മാസങ്ങളെ പോലെ കടന്നു പോകും. റമളാൻ കഴിഞ്ഞ്, പെരുന്നാൾ കഴിഞ്ഞ് എനിക്ക് റമളാനിൽ കിട്ടിയതെന്ന ചോദ്യത്തിന് ഉത്തരം നമുക്ക് ഉണ്ടാവുകയില്ല. എനിക്ക് റമളാനിന്റെ ദിനങ്ങൾ എനിക്ക് ഉപകാരപ്പെട്ടു എന്ന് സ്വന്തത്തിന് പോലും പറയാൻ സാധ്യമല്ലാത്ത രൂപത്തിൽ റമളാനിനെ നഷ്ടപ്പെട്ടവരായി മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും.
അത് ഏറ്റവും പ്രധാനമാണ്. നാവിൽ നമ്മൾ സൂക്ഷിക്കാതിരിക്കുക എന്ന് പറഞ്ഞത് അള്ളാഹു പറയാണ്, നാവിന് നിങ്ങൾ സൂക്ഷിക്കണം. അപ്പോഴാണെന്ത് യുസ്ലിഹ് ലക്കും അഅമാലക്കും, അങ്ങനെയാണെങ്കിലാണ് നമ്മുടെ കർമ്മങ്ങൾ നന്നാവുള്ളൂ. ഗൗരവമുള്ള കാര്യമാണ് നിസ്കാരം എന്ന് പറഞ്ഞ സാധനവും, അതേപോലെ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഇസ്ലാം കാര്യങ്ങളും മുഴുവനും അത് നന്നാവണമെന്നുണ്ട് എങ്കിൽ അതിന്റെ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാവിനെ നന്നാക്കൽ തന്നെയാണ്. നമ്മുടെ നാവിനെ നന്നാക്കണം. അപ്പോഴാണെന്ത് യുസ്ലിഹ് ലക്കും അഅമാലക്കും, നമ്മുടെ നാവുകൾ, നമ്മുടെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി തീർക്കുള്ളൂ. അല്ലാതെ ഞാൻ നല്ല മുത്തക്കായിട്ട് 5 നേരം നിസ്കരിക്കുന്നുണ്ട് പറയും ചെയ്യും, അങ്ങാടിയിലൊക്കെ ഇറങ്ങിയിട്ട് ആളുകൾ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന, തെറ്റിക്കുന്ന, മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞു നടക്കുന്ന, പോരായ്മകൾ അന്വേഷിച്ചുകൊണ്ട് പരമാവധി തനിക്ക് ഇഷ്ടമില്ലാത്തവരെ കുറിച്ച് വല്ലാത്തതും ഉള്ളതും ഇല്ലാത്തതുമായ വാർത്തകളെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയും ഇവിടെ വന്നിട്ട് നിസ്കാരത്തിൽ 1-ാമത്തെ സഫിൽ കൈയിട്ടുകയും ചെയ്യും. ആ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ട് എങ്കിൽ നിന്റെ അടുക്കലുള്ള നാവെന്ന് പറയുന്ന അവയവത്തിനെ സൂക്ഷിക്കുവാൻ നിനക്ക് സാധ്യമല്ലെങ്കിൽ നിന്റെ ഉംറയും നിന്റെ ഹജ്ജും നിന്റെ സദഖയും നിന്റെ സകാത്തും നിന്റെ നോമ്പും നിന്റെ ഇബാദത്തും നിന്റെ രാത്രി നമസ്കാരങ്ങളും ആ കർമ്മങ്ങളൊന്നും നന്നായി തീരുകയില്ല. അള്ളാഹു പറയാണ് വഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അമലുകൾ നന്നാക്കി തീർക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നാവിനെ സൂക്ഷിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമെങ്കിൽ വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഏറെ ഗൗരവമുള്ള ഒരു കാര്യമായി തന്നെ നിങ്ങൾ ഈ വിഷയത്തിനെ കാണണം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എന്താണ് നമ്മുടെ അമലുമായി ഈ നാവിലുള്ള ബന്ധം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക, ആ നാവ് എന്ന് പറയുന്നത്, ആ നാവിനെ നമ്മൾ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ ഹൃദയത്തെ ശുദ്ധിയാക്കാൻ നമുക്ക് സാധ്യമല്ല. ഹൃദയം ശുദ്ധിയാകുന്നത് വരെ ഒരാളുടെ ഈമാൻ അത് നേരെയാവുകയില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണെന്ത്, ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു, ഒരാളുടെ ഹൃദയം, ആ ഹൃദയം നന്നാകുന്നത് വരെ ഈമാൻ ശരിയാവുകയില്ല. ശേഷം പറയുന്നു വലാ യസ്തഖീമു ഖൽബുഹു, ഒരാളുടെ ഹൃദയവും നേരെയാവുകയില്ല ഹത്താ യസ്തഖീമ ലിസാനുഹു, അവന്റെ നാവിനെ അവൻ സൂക്ഷിക്കുന്നത് വരെ അവന്റെ ഹൃദയത്തിനെ നേരെയാവുകയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചോളി, ഞാനും നിങ്ങളുമെല്ലാം എന്തു തന്നെ നന്മയിൽ ഇടപെടുന്നവരാണെങ്കിലും ശരി, നന്മകൾ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ശരി, നാവെന്ന് പറയുന്നതിന്, നമ്മുടെ വാചകത്തിനെ നമുക്ക് നന്നാക്കാൻ സാധ്യമായിട്ടില്ല എങ്കിൽ വലിയ ഒരു ദുരന്തമായിരിക്കും നമുക്ക് സംഭവിക്കാൻ ഉണ്ടാവുക എന്നതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്. നാവ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. നാവ് കൊണ്ട് നമുക്ക് സ്വർഗം നേടിത്തരുന്ന ഒരുപാട് പ്രാർത്ഥനകൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഷഹാദത്ത് കലിമ എന്ന് പറയുന്നത്. ഷഹാദത്ത്, ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരണമെങ്കിൽ നിർബന്ധമായും ഉച്ചരിക്കേണ്ടി വരുന്ന ആ സാക്ഷ്യവചനങ്ങൾ നമ്മൾ ആവർത്തിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ഉബാദ റളിയല്ലാഹു തആല അൻഹു قال رسول الله صلى الله عليه وسلم من قال أشهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبده ورسوله وأن عيسى عبد الله وابن أمته وكلمته ألقاها إلى مريم وروح منه وأن الجنة حق وأن النار حق, ഈ വാചകങ്ങൾ ആരെങ്കിലും ഉരുവിടുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് അദ്ഖലഹു അല്ലാഹു മിൻ ഐ അബ്വാബിൽ ജന്ന അസ്സമാനിയത ശാം, സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്. ആ 8 വാതിലുകളിലെ അവൻ ഉദ്ദേശിക്കുന്ന വാതിലിലൂടെ അവൻ പ്രവേശിക്കുവാൻ സാധ്യമാകും. ഈ ഷഹാദത്തിന്റെ വാചകങ്ങൾ അടങ്ങുന്ന ഈ വാചകങ്ങൾ ഉരുവിട്ടാലെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചില വാചകങ്ങൾ നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടതില്ല. നമുക്കറിയാം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആഖിറു കലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ ദഖലൽ ജന്ന, സ്വർഗത്തിലേക്ക് അവന് പ്രവേശിക്കപ്പെടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മരണാസന്നനായി കിടക്കുന്ന മനുഷ്യനോട് മൻ കാന ആഖിറു കലാമിഹി ലഖിനു മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ മരണാസന്നനായി കിടക്കുന്ന മനുഷ്യനോട് പറഞ്ഞു കൊടുക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ ചൊല്ലിക്കൊടുക്കണം എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. നാവ് കൊണ്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കുറഞ്ഞ സമയം ശ്രദ്ധിച്ചാൽ നമുക്ക് സ്വർഗം നേടാവുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും.
പ്രത്യേകിച്ചും ഈ ശഅബാനിൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം, നമ്മൾക്ക് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് റമദാനിനെ സ്വീകരിക്കുവാൻ ഈ കാര്യങ്ങൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ആ പ്രവർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ആർക്കും അറിയാത്തവരൊന്നും ഈ വിഷയത്തിലില്ല. സയ്യിദുൽ ഇസ്തിഗ്ഫാർ അറിയാത്തവരുടെ എണ്ണം എന്റെ മുമ്പിൽ ഇരിക്കുന്നവർ കുറവായിരിക്കും. പക്ഷേ അത് കൃത്യമായി നിർവഹിക്കുന്നവരുടെ എണ്ണം തുച്ഛമായിരിക്കും. അതിൽ തന്നെ ആ നിർവഹിക്കുന്നവരിൽ അതിന്റെ അർത്ഥമറിഞ്ഞുകൊണ്ട് അത് കൃത്യമായി നിർവഹിക്കുന്നവർ അതിലും കുറവായിരിക്കും. എന്താ സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ പ്രത്യേകത? അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമുക്കറിയാം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅത് അഊദു ബിക മിൻ ശർരി മാ സനഅത് അബൂ ലക ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലാഹുവേ, നീയാണ് എന്റെ രക്ഷിതാവ്, നീയല്ലാതെ ആരാധനക്കർഹനില്ല. ഖലഖതനി, നീയാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. വഅന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്. വഅന അലാ അഹ്ദിക വവഅദിക, എന്റെ കഴിവനുസരിച്ചുകൊണ്ട് നിന്നോടുള്ള വാഗ്ദത്തത്തിലും അതേപോലെ കരാറിലും അധിഷ്ഠിതമാണ് ഞാൻ. അഊദു ബിക മിൻ ശർരി മാ സനഅതു വഅബൂ ലക ബിനിഅമതിക അലയ്യ വഅബൂ ലക ബിദംബി. അല്ലാഹുവേ, നീ എനിക്ക് ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങളെയും ഞാൻ ചെയ്തിട്ട് കൂട്ടുന്ന തിന്മകളെയും ഞാൻ ഏറ്റു സമ്മതിക്കുന്നു. അതുകൊണ്ട് ഫഗ്ഫിർ ലി, എനിക്ക് പുറത്തു തരണമേ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഈ ഒരു പ്രാർത്ഥന നമ്മളൊരാള് പകലിലും അതേപോലെ പ്രദോഷത്തിലും ചെല്ലുകയാണ് എങ്കിൽ അതിന്റെ പ്രതിഫലത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ അറിയുക? വമൻ ഖാലഹാ മിനൻ നഹാരി മൂഖിനൻ ബിഹാ. ആരെങ്കിലും ദൃഢവിശ്വാസത്തോടു കൂടി ഇത് പറയണം കേട്ടോ, വെറുതെ പറഞ്ഞാൽ പോരാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും ചെയ്യാ, ഒന്ന് വിരൽ കുത്തുമ്പോഴേക്കിനും മമ്പർത്തങ്ങളെ കാക്കണം എന്ന് പറയാ, ഒരു പ്രയാസം ഉണ്ടാകുമ്പോഴേക്കിനും മറ്റുള്ള ജാരങ്ങളിലേക്ക് പോവാ, വേറെ ആരെങ്കിലും വിളിച്ചു പറയാ, അങ്ങനെയുള്ള ആളുകൾക്കുള്ളതല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്നുള്ള വാചകത്തെ സാക്ഷ്യപ്പെടുത്തുന്ന രൂപത്തിൽ അമലുകൾ ഉണ്ടായിരിക്കണം. അങ്ങനെ ദൃഢനിശ്ചയത്തോടുകൂടി ആരെങ്കിലും പകലിന്റെ വേളയിൽ പറയുകയാണെങ്കിൽ വൈകുന്നേരം അവൻ മരണപ്പെട്ടു പോയാൽ അവൻ സ്വർഗത്തിലാണ്. വൈകുന്നേരം ഒരാൾ ഇത് ആവർത്തിച്ച് ചെല്ലുന്നു, പകലിനിടയിൽ അവൻ മരണപ്പെട്ടു പോയാലോ അവൻ സ്വർഗത്തിലാണ്. ഈ പറഞ്ഞതിന്റെ ചുരുക്കത്ര മാത്രമേ ഉള്ളൂ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഞാനും നിങ്ങളും ദൃഢനിശ്ചയത്തോടുകൂടി പകലിലും അതേപോലെ വൈകുന്നേരത്തിലും ചെല്ലുകയാണ് എങ്കിൽ മുസ്ലിമായി കൊണ്ട് മരിക്കാൻ നമുക്ക് തൗഫീഖ് കിട്ടും. നമുക്ക് എത്ര പേർക്ക് നമ്മളൊക്കെ മുസ്ലിമായി മരിക്കണമെന്ന് വിചാരിക്കുന്നവരാണ്, മുസ്ലിമായി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവർ, അത് ഹൃദയബോധത്തോടുകൂടി കൃത്യമായി ദൃഢനിശ്ചയത്തോടുകൂടി ചെല്ലുന്നവർ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? ഗൗരവകരമായ ഒരു കാര്യമായി ഇതിനെന്റെ പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെയും ഒരുപാട് വാചകങ്ങൾ നമുക്ക് കാണാൻ പറ്റും. തക്ബീറുകളും തഹ്ലീലുകളും തഹ്മീദുകളും എല്ലാം തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരുന്നു. സ്വർഗത്തിൽ വലിയ വലിയ പ്രതിഫലം നമുക്ക് ലഭ്യമാകുന്ന കാര്യങ്ങളാണ്. സ്വർഗത്തിലെ പുല്ലുകളാണ് ഈ ദിക്റുകൾ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധ്യമാകും. അവിടെ തയ്യാറാക്കി വെക്കപ്പെട്ടിരിക്കും. അത് നമ്മൾ ഈ ദിക്റുകൾ ചെല്ലുമ്പോൾ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും അതെല്ലാം. അതുകൊണ്ട് ആ വിഷയത്തെ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ സുബ്ഹാനല്ലാഹിൽ അലീം ബിഹംദിഹി എന്നുള്ളത് ആ വാചകത്തെ കുറിച്ചും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വാചകം ചെല്ലുന്നവരെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലൊരു ഈത്തപ്പന അവന്റെ പേരിൽ നടപ്പെടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി കാണാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധ്യമാകും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് നമ്മൾ അറിഞ്ഞുകൊണ്ട് റമദാനെ സ്വീകരിക്കണം. അറിഞ്ഞുകൊണ്ട് റമദാനിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് എന്റെ സ്വഭാവം എങ്ങനെ ആയാൽ പോരാ, എന്റെ സ്വഭാവത്തിൽ ഒന്നുകൂടി അള്ളാഹുവിലേക്ക് അടുക്കണം, ഇബാദത്തുകളെ കൃത്യമാക്കണം, അതേപോലെ ഖുർആന്റെ പാരായണം ഉണ്ടാകണം, അതേപോലെ ദിക്റുകളും ദുആകളും ഉണ്ടാകണം, അതേപോലെ പ്രാർത്ഥനകൾ ഉണ്ടാകണം. ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരുക്കത്തോടു കൂടി റമദാനിൽ പ്രവേശിക്കാൻ പറ്റണം. അതല്ലാതെ നമ്മൾ പോയിട്ട് റമദാൻ 1 മുതൽ അങ്ങോട്ട് ഉഷാറാവാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് 1 ദിവസം 2 ദിവസം അല്ലാതെ 30ാമത്തെ ദിവസം അത് കഴിഞ്ഞ് കണക്കെടുക്കുമ്പോ നമ്മൾ സാധാരണ പോലെയുള്ളതിന്റെ അപ്പുറത്ത് ഒന്നും നമ്മുടെ അക്കൗണ്ടിൽ ഇല്ലാത്ത രൂപത്തിലായിരിക്കും അതിൽ അവസാനം ഉണ്ടാവുക. കാരണം ഒരുങ്ങിയിട്ടില്ല, നമ്മൾ ഒരുങ്ങാതെ പഠിക്കാതെ എക്സാമിന് പോയി എഴുതി എന്തുണ്ടാവുക? എഴുതുമ്പോൾ തന്നെ നമുക്കറിയാലോ ഒന്നും ഉണ്ടാവില്ല. പോയിരുത്തും ആവേശം തന്നെ ഉണ്ടാവുള്ളൂ, പേപ്പറിൽ ഒന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഈ ദിനങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നും അവൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ വാക്കുകളെ നന്നാക്കി തീർക്കണം. ചില വാചകങ്ങളും വാക്കുകളുമെല്ലാം സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് കാരണമാകുന്ന വാചകങ്ങളാണ്. ആ വാചകങ്ങളെ ബോധപൂർവം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നതാണ് ആവർത്തിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. അതിൽപ്പെട്ട ഒരു വാചകമാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് ഈ വാചകത്തിനെ കുറിച്ച് പറഞ്ഞത് കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട നിധിയാണ് ഈ വാചകം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും സങ്കടങ്ങളിലും അതേപോലെ ഏകാന്തതയിലുമെല്ലാം നമുക്ക് ധൈര്യപൂർവം നമുക്ക് പറയാൻ പറ്റുന്ന, അതേപോലെ നമുക്ക് ശക്തി നൽകുന്ന ഒരു വാചകമാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പടച്ചോനെ, അല്ലാഹുവേ, നിനക്കാണ് എല്ലാം കഴിയുന്നത്. റബ്ബേ, നിനക്കാണ് എല്ലാത്തിനും കഴിവുള്ളത്, എനിക്ക് യാതൊരു കഴിവുമില്ല എന്നുള്ള ആ വിനയപൂർവമുള്ള സംസാരം, ആ ഒരു പ്രാർത്ഥന, ആ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം, അധികരിപ്പിച്ചുകൊണ്ടിരിക്കണം. പിന്നെയും ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഉളുവിന് ശേഷമുള്ള പ്രാർത്ഥനയെക്കുറിച്ചും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ടതൊന്നും ഉളുവിന് ശേഷമുള്ള പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നുണ്ട്. ആ പ്രാർത്ഥനകൾ ഒരാൾ നിർവഹിക്കുകയാണ് എങ്കിൽ ആരെങ്കിലും ഈ ഉളുവെടുത്തിട്ട് ഈ പ്രാർത്ഥന നിർവഹിക്കുന്നുണ്ട് എങ്കിൽ അവന് സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ഏത് കവാടത്തിലൂടെയും പ്രവേശിക്കുവാൻ സാധ്യമാകുമെന്ന് പ്രവാചകന്റെ വാചകമുണ്ട്. അതേപോലെ ബാങ്ക് വിളിച്ചതിന് ശേഷമുള്ള പ്രാർത്ഥനക്കും ആ ബാങ്ക് വിളിക്ക് ഏറ്റുപറയുന്നതും നമ്മളൊന്ന് വെറുതെ ആലോചിക്കലേ. ബാങ്ക് വിളി, അത് ഒരാൾ ബാങ്ക് വിളിക്കുന്ന സമയത്ത് അതിന് ഇജാബത്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ പറയാണ് മിൻ ഖൽബിഹി ദഖലൽ ജന്ന, മനസ്സിൽ തട്ടിയിട്ട് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ബാങ്ക് കൊടുക്കുമ്പോ മനസ്സിൽ തട്ടിയിട്ടതിന് മറുപടി കൊടുക്കുവാൻ സാധ്യമാണെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറയുന്നു. ജുആന്റെ സമയത്ത് പള്ളിയിൽ വന്നിരിക്കുമ്പോൾ പോലും ബാങ്കിന്റെ വാചകങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ സാധിക്കാത്തവരാണ് നമ്മളെങ്കിൽ, അശ്രദ്ധമായി പോകുന്നവരാണ് നമ്മളെങ്കിൽ അറിഞ്ഞു വെച്ചുകൊള്ളുക, ഏറ്റവും വലിയ നഷ്ടമായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത്. എന്താ നമുക്ക് അതിൽ ഇത്ര പണിയുള്ളത്? ഒരു പണിയില്ല. വെറുതെ അങ്ങാടിയിൽ ഇരിക്കാണ്. പക്ഷെ വാങ്ക് കൊടുക്കുമ്പോഴും നമ്മൾ വേറെ പണികളിലാണുള്ളത്. ആ വാങ്കിലേക്കുള്ള ശ്രദ്ധ പോലും ഇല്ലാതെ നമ്മൾ പോകുന്നു. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ആരെങ്കിലും അതിന് ഉത്തരം കൊടുത്താൽ ദഖലൽ ജന്ന. നമ്മൾ കുറെ പണി എടുക്കുന്നുണ്ട്, പക്ഷെ എടുക്കേണ്ട പണി നമ്മൾ എടുക്കണില്ല. എടുക്കേണ്ട ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പണികൾ നമ്മൾ എടുക്കുന്നില്ല. അതുകൊണ്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അള്ളാഹുവിനോട് സ്വർഗത്ത് നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുക. ഞാൻ ആദ്യം മോദി വെച്ച വാചകം അള്ളാഹുവിനെ കുറിച്ച്, എന്നെ കുറിച്ച് എന്റെ അടിയാന്മാർ ചോദിച്ചാൽ പറയുക, നിങ്ങളോട് ഏറ്റവും അടുത്ത് റബ്ബുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുക, അവൻ അതിനുള്ള ഉത്തരം നൽകുമെന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർഗത്തെ നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കണം, ബോധപൂർവം ചോദിക്കണം. നിസ്കാരം കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളിലെ ഏതെങ്കിലും പ്രാർത്ഥനകൾക്കിടയിൽ അതുണ്ടാകും, സംശയമൊന്നുമില്ല. പക്ഷേ അത് അറിഞ്ഞുകൊണ്ടല്ല നമ്മൾ ചോദിക്കുന്നതെങ്കിൽ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന എന്ന് പറയുമ്പോ അമ്പിയാക്കളും ശുഹദാക്കളും സിദ്ദീഖുകളും ഒക്കെ പ്രവേശിക്കുന്ന സ്വർഗത്തിലേക്ക് അള്ളാഹുവേ എനിക്കൊരു പ്രവേശനം നൽകണേ എന്നുള്ള ബോധത്തോടു കൂടി അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഉപകാരപ്പെടും. അതല്ലാതെ നിസ്കാരം കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായി വരുന്ന അസ്തഗ്ഫിറുല്ലാഹ് മുകളിൽ എന്തില്ല, പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവുകയില്ല. നരകത്തിൽ നിന്നും രക്ഷ ചോദിക്കുകയും സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തെ നമ്മൾ ചോദിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗം പറയുന്നതാണ് അള്ളാഹുവേ അവന് സ്വർഗം കൊടുക്കണേന്ന്. നരകം എന്ന് പറയുന്നതാണെന്ത്, അള്ളാഹുവേ അവൻ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കല്ലേ എന്ന് നരകം പറയും. ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും നിർബന്ധമായും സ്വർഗത്തെ ചോദിക്കണം. അത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് റമദാനിനെ എല്ലാ ഈമാനോടും കൂടി ഹൃദയ ശുദ്ധിയോടുകൂടി സ്വീകരിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു എനിക്കും നിങ്ങൾക്കും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ പുറത്തു മാപ്പാക്കി തരണം റഹ്മാനെ. അള്ളാഹുവേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ ഒരുപാട് സഹോദരങ്ങളുണ്ട് നാഥ, അവർക്കെല്ലാം ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളിൽ പെട്ടിട്ടുള്ള
പ്രയാസങ്ങൾ പെട്ടുപോയിട്ട് ഞങ്ങളുടെ ഒരുപാട് സഹോദരങ്ങളുണ്ട്, നാട്ടിലും വിദേശത്തുമൊക്കെ നാഥ, അവർക്കെല്ലാം മുളുപ്പം കൊടുക്കണേ റഹ്മാനെ. നിർഭയത്വത്തോടും സന്തോഷത്തോടും കൂടി കുടുംബങ്ങളിലേക്ക് ഒരുമിച്ച് ജീവിക്കാൻ തൗഫീഖ് അവർക്കും ഞങ്ങൾക്കുമെല്ലാം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഇസ്ലാമാണ് എന്നുള്ളത് കൊണ്ട്, മുസ്ലിമാണ് എന്നുള്ളത് കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് നാഥ നീ എളുപ്പവും സമാധാനവും കൊടുക്കണം റഹ്മാനെ. ശത്രുക്കളുടെ എല്ലാ വിധത്തിലുമുള്ള കുതന്ത്രങ്ങളെയും നാഥ നീ തകർത്ത് തരിപ്പണമാക്കണം റഹ്മാനെ. അല്ലാഹുമ്മ അഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യായ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിൽ ഹാജത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. وصلى الله على محمد وعلى اله واصحابه اجمعين والحمد لله رب العالمين.